ശ്രദ്ധിക്കുക, പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഘടനാപരമായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ മാറ്റങ്ങളെ തുടർന്ന് LBS ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന ദിവസം ജൂലൈ 20 ഫീസ് അടക്കാനുള്ളത് ജൂലൈ 18. ഘടനാപരമായി പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ വരുത്താൻ കാരണം NCAHP ഉണ്ട്, നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്നൊരു ബോഡി, നാഷണൽ ലെവൽ ബോഡിയാണ്. ഈ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളുടെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചറിലായ മാറ്റങ്ങൾ, ഇതൊക്കെ ഉറപ്പുവരുത്തുകയും നന്നാക്കുകയും ചെയ്യാൻ വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ചൊരു കൗൺസിലാണിത്. ആ കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് കേരള ഗവൺമെൻറ് മാറ്റങ്ങൾ വരുത്തി LBS റീനോട്ടിഫൈ ചെയ്തത്. അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളാണ് വന്നത്. ഒന്നാമത്തേത് കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ്. അത് എല്ലാ കോഴ്സിനും അല്ല. ഒന്നാമത്തേത് ഒപ്റ്റോമെട്രിയാണ്. ഒപ്റ്റോമെട്രി ഇതുവരെ 4 വർഷം ഇരുന്ന് കോഴ്സെങ്കിൽ അത് 5 വർഷമാക്കി. 4 വർഷം കോഴ്സും 1 വർഷം ഇൻറ്റേൺഷിപ്പും ആക്കി മാറ്റിയിട്ട് 5 വർഷം ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഈ 2 കോഴ്സുകളും ഇതുവരെ 4 വർഷം കോഴ്സും 6 months ഇൻറ്റേൺഷിപ്പും ആയിരുന്നു. അത് 4 വർഷം കോഴ്സും 1 year ഇൻറ്റേൺഷിപ്പുമായി ടോട്ടൽ 5 വർഷമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ബാച്ചിലർ ഓഫ് റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് റേഡിയോളജി തെറാപ്പി ടെക്നിക്സ് എന്ന് പറയും, BRTT എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് ഇതുവരെ 4 വർഷമായിരുന്നു കോഴ്സെങ്കിൽ അതിനെ മൊത്തത്തിൽ 4 വർഷം തന്നെ നിലനിർത്തി. പക്ഷെ അതിൽ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ആയിരുന്നത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, 3.5 വർഷം കോഴ്സും 6 months ഇൻറ്റേൺഷിപ്പും ആക്കി. അങ്ങനെ ഈ 3 കോഴ്സിനും ഘടനാപരമായിട്ട് മാറ്റങ്ങൾ വരുത്തി. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ എലിജിബിലിറ്റിയിലാണ്. കോഴ്സിൻ്റെ എലിജിബിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഈ BASLP പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന് ബയോളജി നിർബന്ധമില്ല. PCM പഠിച്ച ആളുകൾക്കും അത് പഠിക്കാം. എന്നാൽ അത് നേരത്തെയുള്ള നിയമം തന്നെയാണ്, അത് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ BPO, ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടല്ലോ, അതിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം. ബയോളജി വേണം നിർബന്ധമില്ല. അതിന് പുറമെ ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് അനസ്തേഷ്യ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഈ 2 കോഴ്സുകൾ കൂടി ബയോളജി നിർബന്ധമല്ലാത്ത ഗണത്തിൽപ്പെടുത്തി എലിജിബിലിറ്റിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മാറ്റം. മൂന്നാമത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ചില കോഴ്സുകളുടെ എലിജിബിലിറ്റിയിൽ മാർക്കിൽ മിനിമം സ്കോർ എന്ന് പറയുന്നത് ഇല്ലാണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജയിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്ന കോളത്തിൽ. ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? ഒന്നാമത്തേത് BMLS എന്ന് വെച്ചാൽ BMLS എന്ന് വെച്ചാൽ BSc MLT ആണ്. അതിൻ്റെ പേര് മാറ്റം വരുത്തി BMLS. ദെൻ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലാബ് സയൻസ്, ഒപ്റ്റോമെട്രി, ദെൻ അതുപോലെ ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, ദെൻ അതുപോലെ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BRTT. അതുപോലെ BRTT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റേഡിയോളജിക്കൽ, ബാച്ചലർ ഓഫ് റേഡിയോളജിക്കൽ ടെക്നോളജി തെറാപ്പി, ദെൻ അതുപോലെ NMT ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, അതുപോലെ എമർജൻസി മെഡിക്കൽ ടെക്നോളജി വന്നിട്ടുണ്ട്, അതുപോലെ മെഡിക്കൽ റെസ്പിറേറ്ററി ടെക്നോളജി, ദെൻ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഈ കോഴ്സുകൾക്കെല്ലാം മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല. എന്ന് വെച്ചാൽ ഇത്ര മാർക്ക് വേണം, 50%. ബാക്കി എല്ലാത്തിനും 50% നിലനിർത്തിയിട്ടുണ്ട്. ഈ കോഴ്സുകളുടെ എലിജിബിലിറ്റി പാസ്സാവാന്നുള്ളതാണ്. ഈ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കോഴ്സുകളെ കുറിച്ച് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ ഈ കോഴ്സുകളെ മൊത്തത്തിൽ ഒന്ന് ഘടനാപരമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്താൽ നഴ്സിംഗ്, അതുപോലെ തന്നെ BMLS എന്ന് വെച്ചാൽ BMLS ബാച്ചലർ ഓഫ് മെഡിക്കൽ ലാബ് സയൻസ്, മുമ്പ് മെഡിക്കൽ ലാബ് ടെക്നോളജി ആയിരുന്നു. ഈ മെഡിക്കൽ ലാബ് സയൻസിൽ നിന്ന് അതിനെ മാറ്റാൻ കാരണം എന്താണെന്നറിയോ? ഈ മെഡിക്കൽ ലാബ് സയൻസിൽ കാര്യമായിട്ട് അത് കഴിഞ്ഞാൽ അത് വെറും ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യൽ മാത്രമല്ല, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിലേക്കും പോവാം. ദെൻ അതുപോലെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ബയോകെമിസ്ട്രി, ഈ 4 കോഴ്സുകളെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഡെവലപ്പിംഗ് കരിയേഴ്സാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ, ജോലി മാത്രമല്ല. ദെൻ അതുപോലെ റീഹാബിലിറ്റേഷൻ കോഴ്സുകളുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, ഈ 4 കോഴ്സുകളെയും ആ ഒരു ക്ലിനിക്കൽ റീഹാബിലിറ്റേഷൻ കണക്റ്റഡ് പ്രോഗ്രാമുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയും ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടീസ്, നോൺ ക്ലിനിക്കൽ
പ്രാക്ടീസ് കോഴ്സുകളാണ്. അതിൽ ഒക്യുപേഷണൽ തെറാപ്പിയും ഉൾക്കൊള്ളിക്കാം. ഫിസിയോതെറാപ്പിയാണ് പൊതുവെ ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ മുമ്പിൽ ഡോക്ടർ വെക്കാം എന്ന് പറയുന്ന രീതിയിൽ കോടതി വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ട് ഡോക്ടറിന് വെക്കാമെന്ന് തീരുമാനിച്ച ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി അപ്പീലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഫിസിയോതെറാപ്പി ആ അർത്ഥത്തിൽ ഒരു നോൺ ക്ലിനിക്കൽ പ്രാക്ടീസാണ്. അപ്പോൾ 8 കോഴ്സുകൾ ഈ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന 4 അതുപോലെ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 4 കോഴ്സുകൾ. അതിന് പുറമെ നോൺ ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി കുറവാണ്. റേഡിയോളജി ആയിട്ട് കണക്റ്റഡ് ആയ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ദെൻ അതുപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി, ഈ 2 കോഴ്സുകൾ, എമർജൻസി കെയർ, റെസിപ്പിറേറ്ററി, അനസ്തഷ്യ, ഈ 5 കോഴ്സുകൾ മൊത്തത്തിലെടുക്കുമ്പോൾ അതൊരു നോൺ ഡെവലപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയും അതുപോലെ തന്നെ ന്യൂറോ ടെക്നോളജിയും ഈ അർത്ഥത്തിൽ ജോലി കിട്ടും, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷേ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. അതേ സമയത്ത് ഒപ്റ്റോമെട്രി, ദെൻ അതുപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതൊരു ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ആയ പ്രോഗ്രാം പോലെയാണ്. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും കാര്യമായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പാരാമെഡിക്കൽ കോഴ്സുകൾ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കി ഹയർ സ്റ്റഡി സാധ്യത ഉണ്ടോ ഇല്ലേ, അതിൻ്റെ ഒരു ഓപ്പണിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കോഴ്സുകൾ സെലക്ട് ചെയ്യുക. കോഴ്സ് സെലക്ഷൻ്റെ പ്രോസസ്സ് തുടങ്ങിയില്ല. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നമ്മൾ കൊടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ഒരു ഇൻഡെക്സ് മാർക്കും റാങ്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോയ്സസ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കരിയർ ഗുരുവിൽ കോൺടാക്ട് ചെയ്യുക. എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം, ഏതാണ് നല്ല കോഴ്സുകൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കരിയർ ഗുരു തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.